നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളക്കെതിരെ കരയുദ്ധം അനിവാര്യമെന്ന ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചതോടുകൂടി ലബനനിൽ കൂട്ടപ്പലായനം തുടരുകയാണ്. കരയുദ്ധം ഏത് നിമിഷവും ആരംഭിക്കാനുള്ള സാധ്യതയിൽ കോപ്പുകൂട്ടൽ ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. എന്തായാലും ലഭിക്കുന്ന വാഹനങ്ങളിലൊക്കെ തന്നെ കയറി രക്ഷപ്പെടാനുള്ള തിരക്കിലായിരിക്കുകയാണ് ലബനനിലെ ജനങ്ങൾ. ഹോട്ടലുകളിലും വീടുകളിലും സൗകര്യമില്ലാത്തതിനാൽ തെരുവോരങ്ങളിലാണ് ജനം അഭയം തേടിയത്. മൊസാദ് ആസ്ഥാനത്തേക്ക് ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തിയതാണ് ഇസ്രയേലിനെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ലബനനെതിരായ ആക്രമണത്തിന്റെയും കമാൻഡർ ഇബ്രാഹിം ഗുബൈസിയുടെ കൊലപാതകത്തിലുമുള്ള പ്രതികാരമായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം. ബുധനാഴ്ച രാവിലെയായിരുന്നു ആക്രമണം. അതേസമയം ഹിസ്ബുള്ള ആക്രമണം പരാജയപ്പെടുത്തിയതായി ഇസ്രായേലിന്റെ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ആക്രമണം നടത്തിയ മിസൈൽ ലോഞ്ചറുകളും തകർത്തു. ടെല്ലവീവിലും മധ്യ ഇസ്രായേലിലും ബുധനാഴ്ച രാവിലെ സൈറണുകൾ മുഴങ്ങി. ഇത് ആദ്യമായാണ് ടെല്ലവീവ് ലക്ഷ്യമിട്ട ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഹിസ്ബുള്ളക്കെതിരായ വ്യോമ ആക്രമണം ഇസ്രായേൽ തുടരുകയാണ്. ലബനനിലെ ഇസ്രായേൽ നടപടികൾ വ്യക്തമാക്കുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം ഗുബൈസിയും മറ്റ് 6 പേരും ചൊവ്വാഴ്ചയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ ഗുബൈസിക്കൊപ്പം കൊല്ലപ്പെട്ട മറ്റ് 2 ഹിസ്ബുള്ള കമാൻഡർമാരും റോക്കറ്റ് മിസൈൽ വിഭാഗങ്ങളുടെ മുൻനിരയിൽ ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ്. എന്തായാലും IDF ആണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഹിസ്ബുള്ള റോക്കറ്റ് വിഭാഗത്തിന്റെ കമാൻഡറാണ് ഗുബൈസി. വടക്കൻ ഇസ്രായേലിലേക്ക് 300-ലധികം റോക്കറ്റുകൾ അയച്ചിരുന്നു ഹിസ്ബുള്ളയുടെ മറുപടി. 1 വർഷത്തോടടുക്കുന്ന ഗസ യുദ്ധത്തിനിടയിലാണ് ലബനനിലും ഇസ്രായേൽ പുതിയ പോർമുഖം തുറന്നത്. ഇസ്രായേലിന്റെ 60 കിലോമീറ്റർ ഉള്ളിലുള്ള ആയുധം ഡിപ്പോയ്ക്ക് നേർക്ക് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരുന്നു. തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും തെക്കൻ ലബനനിലുമാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഇതുവരെ കൊല്ലപ്പെട്ടത് 492-ലേറെ പേരെന്ന് ആരോഗ്യ മന്ത്രാലയം പറയുന്നു. ഇവരിൽ 35 പേർ കുട്ടികളാണ്. പരിക്കേറ്റവർ 1645 പേരുണ്ട്. ഇത് 2006-ന് ശേഷം ലബനനിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ വ്യോമ ആക്രമണമാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റവരുണ്ട്. ലബനനിലെ ആശുപത്രികൾ നിറഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ ആകട്ടെ ഹൈഫയിലുള്ള പ്രധാന ആശുപത്രി പ്രവർത്തനങ്ങളെല്ലാം ഭൂഗർഭ അറകളിലേക്ക് മാറ്റി. ഹൈഫയിൽ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതിനാലാണ് ഇത്. ഗാസയിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച ഇസ്രായേലുമായി സംഘർഷത്തിന്റെ പാതയിലാണ് ഹിസ്ബുള്ള. ഇസ്രായേൽ പ്രത്യാക്രമണവും നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ട പേജർ വാക്കിട്ടോക്കി ആക്രമണം ഉണ്ടായതോടെയാണ് സംഘർഷം വീണ്ടും കനത്തത്. കരയുദ്ധം ഏത് നിമിഷവും ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യൻ എംബസി അടക്കമുള്ളവർ ലബനനിൽ താമസിക്കുന്നവരോട് ലബനൻ വിടാനുള്ള ആവശ്യവും ഒക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ലബനൻ അങ്ങനെ വിടാനുള്ള ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ ഏത് നിമിഷവും കരയുദ്ധം ആരംഭിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുകൾ വരുന്നത്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.